കഴിഞ്ഞ ദിവസം യുക്രൈനിൽ കനത്ത ആക്രമണമാണ് റഷ്യ നടത്തിയത്. ആക്രമണം യുക്രൈനിൽ വലിയ ദുരന്തം വിതയ്ക്കുകയും ചെയ്തു. 20 പേർ കൊല്ലപ്പെട്ടതായാണ് യുക്രൈൻ അറിയിച്ചത്. 351 ഡ്രോണുകളും 68 മിസൈലുകളും റഷ്യ പ്രയോഗിച്ചതായി യുക്രൈൻ വ്യക്തമാക്കി. അതിൽ 29 ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ലെന്നും അവ ലക്ഷ്യസ്ഥാനത്തെത്തിയെന്നും യുക്രൈൻ അറിയിച്ചു. ഡ്രോണുകളും മിസൈലുകളും നിർമ്മിക്കുന്ന കീവിലെ ആയുധ നിർമ്മാണശാലകളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുന്ന സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടാണ് റഷ്യ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. എന്താണ് റഷ്യയുടെ ആക്രമണം യുക്രൈനിൽ ഇത്രയും നാശം വിതയ്ക്കാൻ കാരണം? യുക്രൈൻ പ്രതിരോധ സംവിധാനങ്ങൾ കുറഞ്ഞു വരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അതായത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കടുത്ത ക്ഷാമം യുക്രൈൻ നേരിടുന്നു. തിങ്കളാഴ്ച രാത്രിയിൽ റഷ്യ നടത്തിയത് അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണമാണ്. ഇവയിൽ ഭൂരിഭാഗം മിസൈലുകളെയും തടയാൻ യുക്രൈന് സാധിച്ചില്ലെന്നാണ് റിപ്പോർട്ട്. ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ ആവശ്യമായ ആധുനിക ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ ഗുരുതരക്ഷാമം യുക്രൈൻ നേരിടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ആക്രമണം നാറ്റോ രാജ്യ നേതാക്കളുടെ അങ്കാറയിലെ ഉച്ചകോടിക്ക് മണിക്കൂറുകൾ മുൻപാണ് നടന്നത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി കൂടുതൽ ഇന്റർസെപ്റ്റർ മിസൈലുകൾ അടിയന്തരമായി നൽകണമെന്ന് സഖ്യരാജ്യങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു. റഷ്യ 100 കണക്കിന് ഡ്രോണുകളും നിരവധി മിസൈലുകളും ഉപയോഗിച്ചാണ് കീവിനെയും സമീപ പ്രദേശങ്ങളെയും ആക്രമിച്ചത്. 351 ഡ്രോണുകളിൽ 90%-ലേറെയും വെടിവെച്ച് വീഴ്ത്തി. 37 മിസൈലുകളും തടഞ്ഞു. എന്നാൽ ബാലിസ്റ്റിക് മിസൈലുകളെ ഒന്നും തടയാൻ കഴിഞ്ഞില്ലെന്നാണ് യുക്രൈൻ പറയുന്നത്. റഷ്യ വിക്ഷേപിച്ച 23 ബാലിസ്റ്റിക് മിസൈലുകളും ലക്ഷ്യസ്ഥാനത്തെത്തി. ആകെ 68 മിസൈലുകളിൽ 29 ബാലിസ്റ്റിക് മിസൈലുകളായിരുന്നു. യുക്രൈൻ വ്യോമ പ്രതിരോധ സേനയുടെ കഴിവില്ലായ്മയെന്നും ബാലിസ്റ്റിക് മിസൈലുകളെ തടയുന്ന ഇന്റർസെപ്റ്റ് മിസൈലുകളുടെ കടുത്ത കുറവാണ് ഇതിന് കാരണമെന്നും യുക്രൈൻ പറയുന്നു. ജൂലൈ മാസത്തിൽ റഷ്യ തൊടുത്തുവിട്ട 49 ബാലിസ്റ്റിക് മിസൈലുകളിൽ വെറും 4 എണ്ണത്തെ മാത്രമാണ് യുക്രൈൻ തടഞ്ഞത്. ആക്രമണത്തിനല്ല, ജനങ്ങളെയും പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെയും സംരക്ഷിക്കാനാണ് യുക്രൈൻ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ആവശ്യപ്പെടുന്നതെന്ന് സെലൻസ്കി പറഞ്ഞു. നിലവിൽ ബാലിസ്റ്റിക് മിസൈലുകളെ ഫലപ്രദമായി തടയാൻ കഴിയുന്ന പ്രധാന സംവിധാനങ്ങൾ അമേരിക്കയുടെ പാട്രിയോട്ട് പ്രതിരോധ സംവിധാനവും യൂറോപ്പിന്റെ SAMPT സംവിധാനവുമാണ്. ആളുകളെ ബാലിസ്റ്റിക് ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ആവശ്യമായ തോതിൽ ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു. അമേരിക്ക ലൈസൻസ് നൽകിയാൽ പാട്രിയോട്ട് മിസൈലുകൾ യുക്രൈന് തന്നെ നിർമ്മിക്കാൻ കഴിയുമെന്നും അത് രാജ്യത്തിനും സഖ്യരാജ്യങ്ങൾക്കും സഹായകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ സഖ്യരാജ്യങ്ങളുടെ കൈവശമുള്ള പാട്രിയോട്ട് മിസൈലുകൾ ഉടൻ യുക്രൈന് കൈമാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബാലിസ്റ്റിക് മിസൈലുകൾ തടയാൻ ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ്? ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും താരതമ്യേന കുറഞ്ഞ വേഗത്തിലും പ്രവചിക്കാവുന്ന പാതയിലുമാണ് സഞ്ചരിക്കുന്നത്. അതിനാൽ അവയെ കണ്ടെത്തി നശിപ്പിക്കാൻ എളുപ്പമാണ്. എന്നാൽ അതിവേഗത്തിൽ ബാലിസ്റ്റിക് മിസൈലുകൾ സഞ്ചരിക്കുന്നുണ്ട്. വളരെ ഉയരത്തിൽ നിന്ന് കുത്തനെ താഴേക്ക് വരുന്നു. ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുൻപ് അവയെ കണ്ടെത്താനും ഇന്റർസെപ്റ്റർ വിക്ഷേപിക്കാനും ഏതാനും സെക്കൻഡുകൾ മാത്രമേ ലഭിക്കൂ. അതിനാൽ സാധാരണ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവയെ തടയാൻ കഴിയില്ല.